തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാവർക്കും വലിയവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ കാലത്ത് അധികമില്ലാത്ത ഒരു മഹത്തായ ഗുണമാണ് വിശ്വസ്തത. ഏൽപ്പിച്ച കാര്യങ്ങൾ സത്യസന്ധമായും സ്ഥിരതയോടെയും നിർവഹിക്കുന്നതും സാഹചര്യങ്ങൾ മാറിയാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുമാണ് വിശ്വസ്യത അല്ലെങ്കിൽ വിശ്വസ്തത. ഈ ഗുണം ഇല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങൾക്കും ജീവിത വിജയത്തിനും വലിയ അർത്ഥമുണ്ടാകില്ല. ബൈബിൾ പറയുന്നു, വിശ്വസ്തത എന്നത് ഒരു വികാരം മാത്രമല്ല, ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസ്തത പ്രകടിപ്പിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകൻ ഒരു പ്രൊജക്ട് ഏൽപ്പിക്കുന്നു. പലരും ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് സമർപ്പിച്ചപ്പോൾ ആ വിദ്യാർത്ഥി തന്റെ പരിശ്രമം കൊണ്ട് അത് തയ്യാറാക്കി. സമയം എടുത്തെങ്കിലും സത്യസന്ധമായി ചെയ്തു. ഇത് മനസ്സിലാക്കുന്ന അധ്യാപകൻ അവനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചെറിയ കാര്യങ്ങളിൽ കാണിക്കുന്ന വിശ്വാസ്യതയാണ് വലിയ അവസരങ്ങളിലേക്ക് നയിക്കുന്നത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും ഇതേ സത്യമാണ്. ലൂക്ക 16:10 ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാകും. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ കഥ പറയാം. ഒരു ദാസന് ചെറിയ ജോലികൾ മാത്രമാണ് ആദ്യം നൽകിയിരുന്നത്. അവൻ അതെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്തു. പിന്നെ യജമാനൻ അവനോട് കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അത് നന്നായി ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസ്യതയുടെ ശക്തി ഇതിലാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, വിശ്വസ്തത നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പാതയാണ് എന്നാണ്. മത്തായി 25:21 പറയുന്നു, നല്ലവരും വിശ്വസ്തനുമായ ദാസ, കുറച്ചു കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു. താലന്തുകളുടെ ഉപമയിൽ തന്റെ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിച്ച ദാസന് കൂടുതൽ അനുഗ്രഹം ലഭിച്ചു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം പോലും വിശ്വസ്തരായവരെ വളരെ ഉയർത്തുന്നു എന്നതാണ്. സദൃശ്യവാക്യങ്ങൾ 28:20 പറയുന്നത്, വിശ്വസ്തനായ മനുഷ്യൻ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ പ്രാപിക്കും എന്നാണ്. ഇതുപോലെ 1 കൊരിന്ത്യർ 4:2 പറയുന്നു, കാര്യസ്ഥന്മാരിൽ വിശ്വസ്തരായി കാണപ്പെടുന്നതാണ് ആവശ്യമായത്. ഒരാൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശരിയായി നിർവഹിക്കുന്നത് അവന്റെ പ്രധാന കടമയാണ്. വിശ്വാസ്യത ഇല്ലെങ്കിൽ കഴിവുകൾക്ക് പോലും വിലയുണ്ടാകില്ല. സങ്കീർത്തനം 101:6 പറയുന്നു, ഒരു വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. വിശ്വസ്തരായവരെ ഞാൻ എൻ്റെ അടുക്കൽ പാർപ്പിക്കും. ഒരു രാജാവ് വിശ്വസ്തരായ ആളുകളെയാണ് തൻ്റെ അടുത്ത് നിർത്തിയത്. കാരണം വിശ്വാസ്യത ഉള്ളവരെയാണ് എല്ലായിടത്തും ആവശ്യം. പ്രിയമുള്ളവരെ, വിശ്വസ്തത ഒരു ചെറിയ ഗുണമല്ല, അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിർണയിക്കുന്ന വലിയ ശക്തിയാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സത്യസന്ധരായാൽ വലിയ കാര്യങ്ങൾ നമ്മെ തേടിയെത്തും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എനിക്ക് ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ? വിശ്വസ്തത പാലിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യരുടെ വിശ്വാസവും ഒരുപോലെ ലഭിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.